അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയമുള്ളവരെ, പ്രാർത്ഥനയുടെ ഒരുപാട് മര്യാദകൾ നമുക്കറിയാലോ. പ്രാർത്ഥന നമസ്കാരശേഷവും സുജൂദിലും ഖുർആൻ പാരായണ ശേഷവും യാത്രകളിലും പാതിരാത്രികളിലും സുന്നത്ത് നിസ്കാരങ്ങൾക്കിടയിലും സുജൂദുകൾക്കിടയിലും ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. ഈ പ്രാർത്ഥനകളൊക്കെ നടത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അള്ളാഹുവിൻ്റെ പേരുകൾ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക എന്നുള്ളത്. നമുക്കറിയാം, അള്ളാഹുവിൻ്റെ അസ്മാഉകൾ സിഫാത്തുകൾ, അള്ളാഹുവിൻ്റെ നാമങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന സ്വീകരിക്കുവാനുള്ള സാധ്യതകൾ ഏറെയാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ പുകഴ്ത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുവാൻ നമ്മൾ തയ്യാറാവേണ്ടതുണ്ട്. നമുക്കറിയാം, യൂനുസ് നബി അലൈഹിസ്സലാമിൻ്റെ പ്രാർത്ഥന, അദ്ദേഹം പ്രാർത്ഥിച്ചത് ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്നുള്ളതായിരുന്നു. ലാ ഇലാഹ ഇല്ല അൻത, അല്ലാഹുവേ നീയല്ലാതെ ഇലാഹില്ല, സുബ്ഹാനക നീ പരിശുദ്ധനാണ്, ഇന്നി കുൻതു മിനൽ ളാലിമീൻ ഞാൻ അക്രമികളിൽ പെട്ടുപോയിരിക്കുന്നു എന്നാണ്. ഈ രൂപത്തിൽ അദ്ദേഹം പ്രാർത്ഥിച്ചപ്പോൾ ദുആഉൽ കർബ് എന്ന പേരിൽ ഹദീസുകളിൽ നാം കാണുന്നു, നാം പഠിക്കുന്നു. ഏറ്റവും കൂടുതൽ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയായി യൂനുസ് നബി അലൈഹിസ്സലാമിൻ്റെ പ്രാർത്ഥന നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. കാരണം യൂനുസ് നബി പ്രാർത്ഥിച്ചത് അള്ളാഹുവിനെ പുകഴ്ത്തിക്കൊണ്ടാണ്. അള്ളാഹുവെ നീയാണ് ഇലാഹ്, നീയാണ് റബ്ബ്, നീയാണ് എല്ലാം ചെയ്യുന്നവൻ, നീയാണ് എല്ലാം നിയന്ത്രിക്കുന്നവൻ, നീയാണ് ഖാദിർ, നീയാണ് മാലിക്കുൽ മുലൂക്ക്, നീയാണ് മാലിക് എന്നിങ്ങനെ അള്ളാഹുവിൻ്റെ നാമങ്ങളോ സിഫത്തുകളോ എടുത്തു പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാൻ നമ്മൾ തയ്യാറായാൽ നമ്മൾ രക്ഷപ്പെട്ടവരാണ്. നമ്മൾ രക്ഷപ്പെടും. നമ്മുടെ പ്രാർത്ഥനകൾക്ക് കൂടുതൽ സ്വീകാര്യത അള്ളാഹുവിൻ്റെ അടുക്കൽ ലഭിക്കും. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ.